ആകാശമൊക്കെ പാറാവുകാരാൽ നിറക്കപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടു. ഇപ്പം അങ്ങോട്ട് അടുക്കാൻ പറ്റണില്ല പണ്ടത്തെ പോലെ. ശക്തമായ പാറാവുകാർ വശുഹുബൻ, ചെങ്കോലുകളും ആണ്ട് ചെല്ലണോലൊക്കെ എറിയാൻ വേണ്ടിയുള്ള ചെങ്കോലൊക്കെ ഉണ്ട് ഇപ്പോൾ ആകാശത്ത്. പണ്ട് ഞങ്ങൾ ആകാശത്ത് പോയി പല സീറ്റിലും ഇരുന്നിരുന്നു കേൾക്കാൻ വേണ്ടി മലക്കളുടെ സംഭാഷണങ്ങളൊക്കെ. അപ്പോൾ മലക്കൾ ഇങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഇവർ കേൾക്കും. ഇങ്ങോട്ട് ഇവരെ പൂജിക്കുന്ന പൂജകന്മാരായ മനുഷ്യന്മാർക്ക് ചില പണിക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഓൽക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കും മലക്കളിങ്ങനെ പറയുന്നുണ്ട് ഇന്ന ആൾക്ക് ഇന്നത് സംഭവിക്കുന്നൊക്കെ. അതോടുകൂടെ പണിക്കന്മാർക്ക് ഭയങ്കര മാർക്കറ്റായി. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ജയ്സ. മണി കേട്ടോളി. എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടിയില്ല. പണ്ട് ആകാശത്ത് പോയിട്ട് ഇരിക്കലും കേൾക്കലൊക്കെ ഉണ്ടായിന്, ഇപ്പോൾ അതിന് പറ്റണില്ല. അപ്പോൾ അവിടെ പാറാവുകാരും ചെങ്കോലും ഒക്കെയാണ്. അപ്പോൾ ഭൂമിയുള്ളവർക്ക് ഹൈറാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഷർറാണോ എന്നൊരു പിടുത്തൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കൂടുതൽ നല്ല സൽവൃത്തരായ സ്വാലീങ്ങളായ ജിന്നുകളും ഉണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പല ടീമാണ്. ആരെങ്കിലും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, മിന്നൽ കാസിത്തൂന ധിക്കാരികളുണ്ട്. ആരാ ഞങ്ങൾ പറഞ്ഞാൽ ആരാ? ജിന്നുകളെ പറ്റിയാണെങ്കിൽ പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. ഫമൻ അസ്ലമ, ആരെങ്കിലും മുസ്ലിം ആയാൽ ഫ ഉലായിക തഹറൗ റഷദ, അവൻ നേർവഴി പ്രാപിച്ചു. ധിക്കരിച്ചു പോയ ആളുകളൊക്കെ നരകത്തിൻ്റെ വിറകുകളാണ്. അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ജിന്നുകളാണ് ഈ പറയണത്. ഇനിയും പറയുന്നുണ്ട്. ഈ ജിന്നുകളൊക്കെ ആരാ മക്കളാണ്? ഇബിലീസിൻ്റെ മക്കളാണ്. അപ്പോൾ ഇബിലീസിൻ്റെ മക്കളാണ് ശൈത്താൻ എന്ന് പറഞ്ഞത്. ഇബിലീസിൻ്റെ മക്കൾ തന്നെയാണ് ജിന്ന് പറഞ്ഞത്. ജിന്ന് എന്ന് പൊതുവെ വിശ്വസിച്ചവർക്കാണ് പറയാം. വിശ്വസിക്കാത്തവർക്ക് ഏതെന്ന് പറയും, ശൈത്താൻ എന്നും പറയും. വിശ്വസിച്ച് വലിയ ഔലിയാക്കന്മാരായ ജിന്നുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ജിന്ന് ഹലറത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ കരീമാജി? കേട്ടിട്ടില്ലേ?